രണ്ടാമത്തെ പുസ്തകം, ഇതാണ് മൂന്നാമത്തെ പുസ്തകം, ഇതാണ് നാലാമത്തെ പുസ്തകം. ഇനി ഇവിടെ ഇരിക്കുന്ന വേറൊരു പുസ്തകം ഉണ്ട്, ഇതാണ് അഞ്ചാമത്തെ പുസ്തകം. 7am എന്ത് പറയണമെന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ്. ഈ എഴുതിയ വ്യക്തിയെ പേഴ്സണലി നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈ എഴുതിയ വ്യക്തിയെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ബുക്കിന്റെ ഒക്കെ ഓതർ ഞാനാണ്. ഈ ബുക്കിന്റെ എല്ലാം എഴുത്തുകാരി എന്ന് പറയുന്നത് കമ്പനിയുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവിൽ നിന്ന് സോണൽ സെയിൽസ് മാനേജർ ആയിട്ടുള്ള ജസീറ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പുസ്തകത്തിന്റെ ഓതർ. ഈ പുസ്തകത്തിന്റെ അകത്ത് എന്താണ് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പറയുന്ന ആദ്യമായിട്ട് പൂജ മാഡം എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറും ഈ പറയുന്ന വ്യക്തിയുടെ ബാങ്ക് ഡീറ്റെയിലുമാണ് ഫസ്റ്റത്തെ പേജിലുള്ളത്. കാരണം ഇവർക്കാണല്ലോ നമുക്ക് ഫണ്ട് അയച്ചു കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പേജിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-year commitment, it's an act not a word. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് ഈ വാചകം പറഞ്ഞത് അബിൻ വിദ്യാധരൻ എന്ന് പറയുന്ന വാക്കായിരുന്നു, എന്ന വ്യക്തിയായിരുന്നു. ആദ്യത്തെ 7am ആദ്യം പറഞ്ഞ വാക്കാണ് ഈ പറയുന്ന വാക്ക്. അത് ഞാൻ അവിടെ ഫസ്റ്റ് എഴുതി വെച്ച്. അത് കഴിഞ്ഞ് സാറ് പറഞ്ഞതാണ് ആദ്യം നിങ്ങളുടെ IQ നമ്പർ എഴുതണം. IQ നമ്പർ എഴുതി ലിസ്റ്റ് ഇടണം. ലിസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് ലിസ്റ്റ് ഇട്ടിട്ട് അല്ലെ അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഷോർട്ട് ലിസ്റ്റ് മേക്കിംഗ്, പ്രസന്റേഷൻ കൊടുക്കൽ. ഒരു ദിവസം മിനിമം 5 പ്രസന്റേഷൻ എങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോ നിങ്ങളിലൊക്കെ പറയുന്നുണ്ടാവും ടീം ഒളിമ്പ്യന്റെ ഒരു സിസ്റ്റം, ORS സിസ്റ്റം എന്ന് പറഞ്ഞു അല്ലെ. ഇന്ന് ORS ആണെന്നുണ്ടെങ്കിൽ അന്ന് വെറുതെ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ. അന്ന് ഞാൻ ആദ്യമായിട്ട് മീറ്റിംഗ് കയറിയ ഡേറ്റ്, ഈ പറയുന്ന പോലെ ട്രെയിനിങ് ഫസ്റ്റ് BTP കിട്ടിയ ഡേറ്റ്, BTP യിൽ പറഞ്ഞ കാര്യങ്ങള്, ഇത് കഴിഞ്ഞ് മിനി ഡിജിറ്റൽ BOP കണ്ടക്ട് ചെയ്തത്, 1-to-1 കണ്ടക്ട് ചെയ്തത്. സാർ എന്നും പറയാറുണ്ട് റാങ്ക് അച്ചീവ് ചെയ്യുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ എന്നുള്ളത് അല്ലെ. ഞാൻ ജോയിൻ ചെയ്തത് 4 ഏപ്രിൽ 2021 ഞാൻ ജോയിൻ ചെയ്തത്. 2 ആഴ്ച വെറുതെ കിടന്നുറങ്ങിയല്ലോ. അടുത്ത 2 ആഴ്ചയിലാണ് ഞാൻ ആദ്യം കേട്ട സമയത്ത് അന്നത്തെ റാങ്കുകളാണ് കേട്ടോ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അച്ചീവ് ചെയ്യേണ്ട ഡേറ്റ് എന്റെ ഒരു കാൽക്കുലേഷൻ എഴുതിയതാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും സ്റ്റാർ എക്സിക്യൂട്ടീവ്, ബ്ലൂ സ്റ്റാർ എക്സിക്യൂട്ടീവ് ഡേറ്റ് വിട്ടിട്ടുണ്ട് 25/5/21 അല്ലെ. എത്ര മാസം കൊണ്ട് എത്ര ദിവസം കൊണ്ടാണ് അച്ചീവ് ചെയ്യേണ്ടത്. അങ്ങനെ ബ്രോൺസ്, ബ്ലൂ സ്റ്റാർ, സിൽവർ, പേൾ എക്സിക്യൂട്ടീവ്, ഗോൾഡ് എക്സിക്യൂട്ടീവ്. ടാർഗറ്റ് എന്തായിരുന്നു അറിയോ? 50,000. SM ആവണം, 10,000 ആകണം. അടുത്ത ടാർഗറ്റ് 50,000 ആകണം. 5 ലക്ഷത്തിന്റെ 50,000 വാങ്ങണം. ഇതില് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ജസീറ പേര്, ഡേറ്റ്, സ്റ്റാർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക്, BOP യിലെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത ദിവസമാണ്. അന്ന് എത്ര ഗസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്, ഈ ഗസ്റ്റിന്റെ ഒക്കെ റിപ്പോർട്ടുകള്, അടുത്ത ഗസ്റ്റ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇതെടുത്ത് നോക്കിയപ്പോ 26/5/2021 ഇന്ന് കമ്പനിയുടെ സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള കവിത എന്ന് പറയുന്ന വ്യക്തിക്ക് പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബോബി ചെമ്മണ്ണൂർ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്? ബോബി ചെമ്മണ്ണൂർ അറിഞ്ഞിട്ടല്ലെങ്കിൽ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു വീഡിയോ തരണം. ബോബി ചെമ്മണ്ണൂർ ഫിജിക്കാട്ടിന്റെ മുതലാളിയാണെന്ന് പറയുന്ന ഒരു വീഡിയോ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ അയച്ചു കൊടുത്തപ്പോഴാണ് ആ വ്യക്തി അസോസിയേറ്റ് ചെയ്തത്. എന്റെ കമ്പനിയുടെ സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ന് എന്റെ ടീമിലുള്ള പല ആളുകളുടെയും പേര് ഇതിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നോക്കിയ സമയത്ത് എന്തറിയോ, ഒരാഴ്ച മെയിൻറ്റെയിൻ ചെയ്തു. പിറ്റത്തെ ആഴ്ച അവരുടെ ഗസ്റ്റ്. അത് കഴിഞ്ഞ് നോക്കുമ്പോ 14/6/2021 കമ്പനിയുടെ ബ്രോൺസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക്, അതായത് ഇന്നത്തെ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക്. അത് കഴിഞ്ഞ ശേഷം ടീമിന്റെ ഇനോഗ്രേഷൻ, സെയിൽസ് എക്സിക്യൂട്ടീവ്സിന്റെ മീറ്റിംഗ്, AOP, അങ്ങനെ എല്ലാ പ്രോഗ്രാമുകളും. ഇവിടെ രമ്യ മാഡം പറഞ്ഞ പോലെ ഇന്നേ വരെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമും മിസ് ചെയ്തിട്ടില്ല. ഒരു ട്രെയിനിങ് പ്രോഗ്രാമും മിസ് ചെയ്തിട്ടില്ല. എനിക്ക് ഫാമിലി ഇഷ്യൂ ഇല്ലാഞ്ഞിട്ടല്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലാഞ്ഞിട്ടല്ല, കുട്ടികളെ നോക്കാൻ ആരുമില്ല, ഞാനും മോനും മാത്രമാണ് താമസം, വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ സ്ഥലമില്ല. ഒരുപാട് എക്സ്ക്യൂസുകൾ എനിക്ക് പൂജ മാഡത്തിനോട് പറയാനുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ഇതുപോലെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞപ്പോ പൂജ മാഡം കാര്യം ചോദിച്ചോളൂ, ജസീറ നിന്റെ എക്സ്ക്യൂസുകളൊക്കെ കമ്പനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിസിനസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. സത്യാണ്, ഇതേ എക്സ്ക്യൂസുകൾ നീ പോകുന്ന ജോലി സ്ഥാപനത്തിൽ പറയോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പറയില്ല അല്ലെ. ഞാൻ ഒരു ലീവ് പോലും എടുക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ, ലോസ് ഓഫ് പേ കട്ട് ചെയ്യും. ഒരു ദിവസം ലീവ് എടുത്താൽ
സാലറി കട്ട് ചെയ്യും. അപ്പൊ ഞാൻ ആലോചിച്ച കാര്യം, അവിടെ എക്സ്ക്യൂസുകൾ ഇല്ലാതെ വർക്ക് ചെയ്യുന്നു, ഇവിടെ 2000 രൂപ ഡെയിലി കിട്ടുന്നതിന് എനിക്ക് പരാതി. അന്ന് സ്റ്റോപ്പ് ചെയ്തു എന്റെ എക്സ്ക്യൂസ്. അപ്പോ കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ എങ്ങനെ ആയിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുസ്തകത്തിന്റെ ഓതർ ഞാൻ ആയതുകൊണ്ടാണ് കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ ആയത്. 6 മാസം കൊണ്ട് DSM എന്ന റാങ്ക് എങ്ങനെ ആയി ചോദിച്ചാൽ, ഈ പുസ്തകത്തിന്റെ ഓണർ ഞാൻ ആയതുകൊണ്ടാണ് ആയത്. അല്ലെ? എല്ലാ ദിവസവും തലേദിവസം എഴുതിയത് പിറ്റേ ദിവസം എടുത്ത് നോക്കും, ഫീഡ്ബാക്ക് പറഞ്ഞവരെ എന്റെ ടീമിലെ മെമ്പേഴ്സിനെ വിളിക്കുക, അവരോട് ചോദിക്കുക, അങ്ങനെ ചോദിച്ച് വളർത്തി ഇപ്പൊ ഒരു 3.5 കൊല്ലം കൊണ്ട് ഒരു 5 പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം ഒരു പക്ഷെ നിങ്ങൾ ആരും വായിച്ചാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല, അത് എനിക്ക് മാത്രമാണ് അതിൽ എഴുതിയത് വായിച്ചറിയുള്ളൂ. ഞാൻ 2 പുസ്തകം കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി. ഞാൻ ഇംഗ്ലീഷില് BOP ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ തമിഴാളത്തിൽ എഴുതാൻ തുടങ്ങി. ഇപ്പൊ തമിഴിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? BOP ചെയ്യാൻ തുടങ്ങി. തമിഴ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല 1.5 കൊല്ലം മുന്നേ. 1.5 കൊല്ലത്തിന് ശേഷം ഒരു തമിഴന്റെ അടുത്ത് പ്ലാന് പറയേണ്ടി വന്നു. അപ്പൊ തോന്നി തമിഴ് പഠിക്കണം. അപ്പൊ ഞാൻ തമിഴ് പഠിച്ചു. സിമ്പിൾ ആയിട്ടാ തമിഴ് പഠിച്ചേ. രജനീകാന്തിന്റെ ഫിലിമും വിജയുടെ ഫിലിമുകളും ഇവരുടെ ഡയലോഗുകളും ഇവരുടെ എല്ലാ കാര്യങ്ങളും കുത്തിയിരുന്ന് പഠിച്ചു. കൂടെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു തമിഴത്തിയുടെ നമ്പറും കിട്ടി. അവർക്ക് പ്രസന്റേഷൻ കൊടുത്ത് നമ്മൾക്ക് വരുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും ചോദിച്ച് മനസ്സിലാക്കി അതിനെ എന്റെ പാർട്ട്ണറും ആക്കി. ഈ പറയുന്ന പോലെ അവള് മലയാളവും പഠിച്ചു, ഞാൻ തമിഴും പഠിച്ചു. ഇങ്ങനെയാണ് ഞാൻ തമിഴ് പഠിച്ചത്. ഇപ്പൊ അത്യാവശ്യം കുറച്ചൊക്കെ തമിഴ് അറിയാം അല്ലെ? ഈ പറയുന്ന പോലെ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. മെയിൻ നിങ്ങളുടെ ഒക്കെ പ്രശ്നം എന്താ അറിയോ? ഇതുപോലൊരു ഡയറി ഇല്ലാത്തതാണ് ആദ്യത്തെ പ്രശ്നം. ഇതിന് എന്തില്ല പറയാൻ സമയമില്ല. ജിസേറ മാഡത്തിന് ഒരുപാട് സമയമുള്ളത് കൊണ്ട് എനിക്ക് ഒരു എക്സ്ട്രാ ഒരു 10 മണിക്കൂറും കൂടി ദൈവം തന്നിരുന്നു ഫിജിക്കാർഡ് ചെയ്യാൻ. അപ്പൊ അത് കാരണം എനിക്ക് ഡയറി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു ആദ്യത്തെ 1.5 കൊല്ലം. അത് കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത 1.5 കൊല്ലം ഇപ്പൊ റിസൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിജിക്കാർഡില്. അപ്പൊ ഈ 1.5 കൊല്ലം വർക്ക് ചെയ്യുന്ന സമയത്ത് ഫിജിക്കാർഡ് എന്ന കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് എടുത്ത് ചോദിച്ചപ്പോ ഒരു സമയത്ത് ഞാൻ ജോലിക്ക് പോകുന്നതിന്റെ 4 ഇരട്ടി വരുമാനം പാർട്ട് ടൈം ആയിട്ട് ഫിജിക്കാർഡ് എന്ന കൺസെപ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടി. അന്ന് ഞാൻ അവിടെ നിർത്തി എന്റെ ജോലി. കാരണം നമ്മൾ ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നേടിയെടുക്കാനും മാക്സിമം 9 ലക്ഷം രൂപ വരുമാനം വാങ്ങിയെടുക്കാനും പറ്റും. ഈ 9 ലക്ഷം വരുമാനം നേടിയെടുക്കാൻ തടസ്സങ്ങളെ നമുക്ക് മറികടക്കണം എന്ന് എനിക്കറിയായിരുന്നു. അതിന് ആദ്യത്തെ തടസ്സം എന്തായിരുന്നു എന്നറിയോ? എന്റെ ജോലിയായിരുന്നു. എന്റെ ജോലിയിൽ ഞാൻ അവിടെ പോകുന്ന സമയത്ത് എനിക്ക് എന്റെ പാർട്ട്നേഴ്സിനോട് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റുന്നില്ല, ഫിസിക്കൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു? ആ ജോലിയെ മാറ്റി വെക്കാം. അപ്പൊ ജോലി റിസൈൻ ചെയ്തു. ഫുൾ ടൈമർ ആയിട്ട് ഫിജിക്കാർഡിലേക്ക് വന്നു. അപ്പൊ ജോലി ഇല്ലാണ്ടാവുമ്പോ പിന്നെ നമ്മൾ ചട്ടിയും ചോറും വെച്ച് വീട്ടിലിരുന്ന് കുട്ടിനെയും ഭർത്താവിനെയും നോക്കി വീട്ടിലിരുന്നാൽ ആ വരുമാനം ഉണ്ടാവില്ല, ഈ വരുമാനം ഉണ്ടാവില്ല. പുറത്തിറങ്ങി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രശ്നം ഉണ്ടാവും അല്ലെ? ഇതിൽ മെയിൻ ആയിട്ട് മിക്കവാറുള്ള ആളുകൾക്കുള്ള പ്രശ്നം എന്താ അറിയും? ഫോൺ ഉപയോഗിക്കുന്നു എന്നായിരുന്നു. ഞാൻ ഫിജിക്കാർഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. പ്രഷർ എന്താണെന്നറിയോ? ഏത് നേരം നോക്കിയാലും ഫോണാണ്. ഫോണിൽ തന്നെ. ആരോടാ ഈ സംസാരിക്കുന്ന എത്ര നേരം? ഇതായിരുന്നു എന്റെ മാതാശ്രീ പറഞ്ഞത്. വീട്ടിന്റെ അകത്ത് അനിയത്തി കുട്ടികൾ, അനിയൻ വർക്ക് ഫ്രം ഹോം, ഹാളിന്റെ നടുവിൽ ഇരുന്നിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് ഇവിടെ വീട്ടിന്റെ അകത്ത് എവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിന്റെ റോഡാണ് പുറത്ത്, റോട്ടിൽ നിന്നിട്ടായിരുന്നു എല്ലാ ഫോളോ അപ്പും, എല്ലാ പാർട്ട്നേഴ്സിനെയും വിളിക്കുക. അപ്പൊ റോട്ടിൽ കൂടെ പോണ ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളെ നോക്കുമല്ലോ. ഒരു പെൺകുട്ടി ഇരുന്ന് ഫോൺ ചെയ്യാണ് റോട്ടില്. അപ്പൊ എന്തായാലും എല്ലാവരും നോക്കും. നല്ല പേര് എനിക്ക് അവിടെ ഉണ്ടായി. ഈ പറയുന്ന ജസീറയുടെ ഭർത്താവ് ഗൾഫിലല്ലേ? അതെ. ഈ കുട്ടി ആരെയാണ് 24 മണിക്കൂറും ഫോൺ ചെയ്തോണ്ടിരിക്കുന്നേ? കുറെ നേരമായാലോ തലങ്ങും വെലങ്ങും നടക്കുന്നേ? ഇത് വീട്ടിലെ ചെവിയിലും എത്തി. അടിപൊട്ടി. അടിയും വാങ്ങി സന്തോഷപൂർവ്വം അങ്ങോട്ട് വന്നു. ഫിജിക്കാർഡ് വിട്ടില്ല. എനിക്കറിയാം ഈ സാധനത്തിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത്. അത് അവർക്കറിയില്ലല്ലോ ഞാൻ പാർട്ട്നേഴ്സിനോട് സംസാരിക്കുന്നതെന്ന്. മമ്മിയോട് കാര്യം പറഞ്ഞ് മനസ്സിലായില്ല. പക്ഷെ ഫിജിക്കാർഡ് എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട്, ഞാൻ ചെയ്യുന്നത് എന്താന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട്, എന്റെ ഹസ്ബൻഡിന് അറിയുന്നതുകൊണ്ട് ഞാൻ വേറെ ആരെയും ബോധിപ്പിക്കാൻ നിന്നില്ല. എന്റെ പണി ഞാൻ തുടർന്നുകൊണ്ടേ നടന്നു. അവരുടെ പണി അവരും തുടർന്നുകൊണ്ടേ നടന്നു. അവസാനം കാറ് വാങ്ങി, ഭർത്താവ് നാട്ടിൽ വന്നു.
എല്ലാവരുടെയും വായും ക്ലോസ് ആയി. അതുവരെ എനിക്ക് നല്ല ചിത്തപ്പേരുണ്ടായിരുന്നു. അതോടുക്കനെ അവള് മിടിക്കാട്ടോ എന്നുള്ള പേരും കൂടി വന്നു. അപ്പൊ നമ്മൾ ഇത് ആദ്യം പറഞ്ഞപ്പോ ഞാനിത് പേടിച്ച് നിർത്തിയതാണെങ്കിൽ ആ ചീത്തപ്പേര് എനിക്ക് ആജീവനാന്തകാലം ഉണ്ടാവുമായിരുന്നു. എല്ലാവരും പറയുമായിരുന്നു, നാട്ടിലെല്ലാവരും പറഞ്ഞു ഇതൊന്നും അധികകാലം പോവില്ല ടീച്ചറേ എന്ന്. അത് പ്രാവർത്തികമാവുമായിരുന്നു. എന്റെ അനിയൻ ഇപ്പോഴും പറയും കുറച്ചൊക്കെ കിട്ടും, പിന്നെ ഒന്നും കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആകെ 13 റാങ്കേ ഉള്ളൂ, 9ാമത്തെ റാങ്ക് വരെ എത്തിയിട്ടുണ്ട്, ഇനി ഒരു 4 റാങ്കും കൂടി കഴിഞ്ഞ് അതുവരെ കിട്ടിയാൽ മതി, അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ അടുത്ത പ്രശ്നം എന്താണെന്നറിയോ? ബിസിയാണ്, എന്നും ബിസിയാണ്, എപ്പോഴും ഫോണ് ബിസിയാണ്, എന്നും ഫോണിലാണ് അല്ലെ. എന്റെ പാർട്ട്ണർമാരുടെ കുറെ വീടുകളിൽ ഇതേ പ്രശ്നമുണ്ട്. അന്വേഷിച്ചപ്പോ എന്താണെന്നറിയോ? രാവിലെ എഴുന്നേറ്റത് മുതലേ ഫോണാ. ഇതാണ് വീട്ടിലെ അമ്മായിയമ്മ പറയുന്നത്, ഹസ്ബൻഡ് പറയുന്നത്, എല്ലാവരും പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം എപ്പോഴാ എഴുന്നേക്കുന്നേ? 6:55. 6:55 ഞാൻ എഴുന്നേക്കുന്നത്. 7 മണിക്ക് നമുക്ക് ID ഓപ്പൺ ചെയ്യണം, 7 AM കയറണം. അതുകൊണ്ട് 6:55 എഴുന്നേറ്റിട്ട് ആ ഫോണും പിടിച്ച് ആര് വന്നാലും ഞാനാണെങ്കിലും ചീത്ത തന്നെ മാഡം പറയുള്ളൂ. നിങ്ങൾക്ക് 7 AM കാണാനിരിക്കണല്ലേ, മക്കളെ സ്കൂളിലേക്ക് വിടണല്ലേ, ഹസ്ബൻഡിന് സാധനങ്ങൾ ആക്കി കൊടുക്കണല്ലേ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ 6:55 എന്ന് പറയുന്ന സാധനം അതൊരു 5:55 ആക്കി കഴിഞ്ഞാൽ വീട്ടിലെ ഫാമിലി ഇഷ്യൂ തീരില്ലേ? വീട്ടിൽ ഭയങ്കര ഇഷ്യൂ ആണ് മാഡം. എന്താണ് ഇഷ്യൂ? ഇതാണ് ഇഷ്യൂ, ഇതാണ് ഇഷ്യൂ. ഇനി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിന് ഫോണിലൂടെ പ്ലാൻ കൊടുക്കും. PDF ഷെയർ ചെയ്യില്ല, സൂമിൽ കൊടുക്കൂല, ഫിസിക്കല് പോയി പറയൂല. എല്ലാ ഡൗട്ടും ഞാൻ ഫോണിലൂടെ ക്ലിയർ ചെയ്ത് കൊടുത്തു മാഡം. 4 മണിക്കൂറാണ് ഞാൻ ആ കുട്ടിനോട് സംസാരിച്ചിരിക്കുന്നത്. എന്നിട്ട് അവൾ നോ എന്ന് പറഞ്ഞു. ഒരൊറ്റ ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ PDF വെച്ചോണ്ട് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയില്ല. ഇത് പറയേണ്ടതും പറയണ്ടാത്തതും എല്ലാം 3-4 മണിക്കൂറിൽ കഥ പറഞ്ഞു. സാർ അന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇതേ അബദ്ധം ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് അബിൻ സാർ ചോദിച്ചൊരു ചോദ്യമാണ് ആ 7 AM നിങ്ങൾ ഒരു 4 ആളോട് പ്ലാൻ പറയുമ്പോഴേക്കും 40 ആളോട് പ്ലാൻ പറഞ്ഞ പോലെ ഇല്ലേ? സത്യമായിട്ട് 4 ആളോട് ഫിജിക്കാട്ടിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഞാൻ ഇവിടെ കിതച്ചു തൂങ്ങി. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഫിജിക്കാട്ട് എന്ന് എനിക്ക് തോന്നി. സിസ്റ്റത്തിലേക്ക് കയറിയപ്പോ 4 ആൾക്ക് പ്ലാൻ പറയാൻ 15 മിനിറ്റ് മതി. 4 ആളെയും സൂമിൽ കയറ്റിയാൽ മതി. 4 ആൾക്കും പ്ലാൻ പറഞ്ഞു കൊടുത്ത് 4 ആൾക്കും ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്താൽ 4 പ്രസന്റേഷൻ 15 മിനിറ്റ് കൊണ്ട് കഴിയും. 15 മിനിറ്റ് കൊണ്ട് 4 പ്രസന്റേഷൻ കൊടുക്കണോ, 4 മണിക്കൂർ എടുത്ത് 4 പ്രസന്റേഷൻ കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ എന്റെ വർക്കിന്റെ എഫിഷ്യൻസി എനിക്ക് കൂടി. ഇനി അടുത്തത് എന്താണെന്നറിയോ? ഞാൻ എന്നും ഹാപ്പി ആയിരുന്നു. എനിക്ക് വീട്ടിൽ പ്രശ്നമില്ലാത്തോണ്ടല്ല, ഞാൻ ഹസ്ബൻഡുമായിട്ട് അടി ഉണ്ടാക്കലുണ്ട്, മോന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവലുണ്ട്, അമ്മയായിട്ട് അടി ഉണ്ടാക്കലുണ്ട്, ടീമിൽ അടി ഉണ്ടാക്കലുണ്ട്. എന്നാലും ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി മോഡിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വിശ്വസിച്ച എന്താണെന്നറിയോ? ഫിജിക്കാട്ടിന്ന് ഒരുപാട് പൈസ വരുന്നതുകൊണ്ട് ജസീറ ഭയങ്കര ഹാപ്പിയാണ്. അവരങ്ങനെ വിശ്വസിച്ചോട്ടെ എന്ന് ഞാനും അങ്ങോട്ട് തീരുമാനിച്ചു. അത് കണ്ടോണ്ടാണ് എല്ലാവരും എന്റെ കൂടെ ഫിജിക്കാട്ടിൽ ID അടിച്ചത്. അപ്പൊ നിങ്ങള് എന്നും മുഖവും തൂക്കി ഇരിക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവരോടും നന്നായിട്ടൊന്ന് ചിരിച്ചാ മതി, നന്നായിട്ടൊന്ന് സംസാരിച്ചാ മതി. ഇവക്ക് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയും. പൊട്ടന്മാരെ പോലെ ചിരിച്ചോണ്ട് ഇറക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതും കേട്ടിട്ട് അവളെ പറഞ്ഞ് ചിരിക്കരുത്. ഈ പറയുന്ന പോലെ ഒരു പുഞ്ചിരി കൊടുത്തു കഴിഞ്ഞാൽ, പേഴ്സണാലിറ്റിയിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാ ആളുകളും നിങ്ങളോട് ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ ഒരു താല്പര്യം കാണിക്കും. എന്റെ കൂടെ ഇപ്പൊ വരുന്ന ആളുകളൊന്നും എന്നെ യാതൊരു പരിചയമില്ലാത്ത വ്യക്തികളാണ്. എന്റെ കൂടെ ആദ്യം അസോസിയേറ്റ് ചെയ്ത വ്യക്തി രേഷ്മ മാഡം എന്റെ കൂടെ ആകെ 3 ദിവസത്തെ പരിചയമുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ PSCക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പോ 2ാമത്തെ പ്രാവശ്യം ലീവ് ആയ സമയത്ത് ഫോൺ നമ്പർ വാങ്ങിയതാണ്. 4ാമത്തെ ദിവസം ഈ കുട്ടി എന്റെ പാർട്ട്ണറാണ്. അന്ന് എന്ത് കോൺഫിഡൻസിലാണ് ഞാൻ ഇവരെ അസോസിയേറ്റ് ചെയ്യിച്ചു ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നി ഫിജിക്കാട്ട് നല്ലതാണ്, ബോബി ചെമ്മണ്ണൂർ നല്ലതാണ്, ചെമ്മണ്ണൂർ ഗ്രൂപ്പ് നല്ലതാണ്. ഞാൻ ഈ കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചപ്പോ 27ാമത്തെ പ്രൊജക്ട് ആണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ. ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ എഗ്രിമെന്റ് പ്രകാരം വർക്ക്ഔട്ട് ചെയ്തത്. നിങ്ങൾ പ്ലാന് പറയുമ്പോൾ എത്ര ആള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. നമുക്ക് ജൂലൈയിലാണ് ഇനോഗ്രേഷൻ നടന്നത്. ഓഗസ്റ്റിലാണ് നിയമം വന്നത്. നിയമം വരുന്നതിന് മുന്നേ ഫിജിക്കാട്ട് ലോഞ്ച് ചെയ്തു. അപ്പൊ ആ മനുഷ്യൻ എത്രത്തോളം മുന്നേ കണ്ടിട്ടാണ് ഈ കമ്പനി ലോഞ്ച് ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി 2ാമത്തെ കാര്യം, ഞാൻ കൊമേഴ്സ് അധ്യാപികയാണ്.
കുറച്ച് ബിസിനസ് ഒക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ സെക്കൻഡ് സെമിസ്റ്ററില് ബികോം സെക്കൻഡ് സെമിസ്റ്ററില് പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്. ഇവിടെ ഏതെങ്കിലുമൊക്കെ അച്ഛനമ്മമാരുണ്ടാവുമല്ലോ, ഈ പറയുന്ന ബികോം ഒക്കെ പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അതിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ ലൈസൻസ് വേണം എന്നുള്ളതും, ഇന്ത്യയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രൊജക്ട് ആദ്യമായിട്ട് പഠിച്ച് 5 കൊല്ലത്തെ പ്രൊജക്ട് സ്റ്റഡി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഒരു പാനൽ ഓഫ് ആളുകൾ ഒരു പ്രൊജക്ട് ഇത്ര കോടിയുടെ മീതെ ബിസിനസ് ഉണ്ടാവുമ്പോഴാണ് കേട്ടോ ആ പ്രൊജക്ട് നമ്മുടെ നാട്ടിൽ വർക്ക്ഔട്ട് ചെയ്യോ എന്ന് നോക്കി അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി പോസിറ്റീവ് ആണെങ്കിൽ മാത്രമാണ് അത് ആ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ. അതിന് നമ്മുടെ ഗവൺമെന്റ് പെർമിഷൻ നൽകുള്ളൂ. അതായത് ഈ ബിസിനസ് തുടങ്ങുന്നതിന് 5 കൊല്ലം മുന്നേ ബോബി ചെമ്മണ്ണൂര് ഒരു പാനലിന് ഇങ്ങനെ ഒരു ബിസിനസ് പ്രൊജക്ട് കൊടുത്ത് അത് ഡിസ്കസ് ചെയ്ത് അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അത് ഓക്കെ ആയതിനു ശേഷമായിരിക്കും നമ്മുടെ നാട്ടില് ലോഞ്ചിങ് നടത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന സ്വപ്നല്ലേ അത് മൂപ്പര് എത്രയോ കൊല്ലം മുന്നേ കണ്ടിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. നാളുകളിൽ ഫിജിക്കാട്ട് എന്താവണമെന്ന് നമുക്ക് പ്ലാനിങ് ഉണ്ടാവില്ല, നമ്മൾ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഈ ബിസിനസ് എന്താവുമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ പാനലിന് അറിയാം. ഈ ബിസിനസ് എന്താവും എന്നുള്ളത്, എങ്ങനെ എത്തും എന്നുള്ളത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന് അറിയാം. അപ്പൊ ഇത്രയും വലിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാനെ നമുക്കും ഒരു ബിസിനസ്സിനെയും നമുക്ക് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലെ. ഇനി നെക്സ്റ്റ് പറയാ, എന്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ല മാഡം, എന്റെ ഭർത്താവ് ഇങ്ങനെ പറയാണ് അല്ലെ. അപ്ലൈന്റെ സഹായം തേടൂ. നിങ്ങളുടെ അപ്ലൈഡുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോ നിങ്ങളുടെ സ്വപ്നങ്ങള് നിങ്ങൾ അവരോട് പോലും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് നല്ലൊരു ചുരിദാർ ഇടാനോ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനോ, മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനോ, നല്ലൊരു വീട് വാങ്ങാനോ, ടൈലിട്ട വീട്ടിലോ മാർബിൾ ഇട്ട വീട്ടിലോ AC ഇട്ട റൂമിലോ അല്ലെങ്കിൽ നല്ല ഹോട്ടലുകളിൽ പോയി താമസിക്കാനോ, റിസോർട്ടുകളിൽ പോയി താമസിക്കാനോ, ടൂർ പോവാനോ ഒക്കെ ആഗ്രഹം ഉണ്ടാവും. പൈസ ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അവരെ കുറ്റം പറയാൻ പറ്റൂല. ഞാനും കൂടി പൈസ ഉണ്ടാക്കിയ ഈ സാധനങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുമല്ലോ. എന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഞാൻ ചെയ്തോട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, ഞാൻ എന്റെ കൂടെ ഇന്ന ആളുകളുടെ കൂടെയാണ് പോകുന്നത്, ഇന്ന സമയത്താണ് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഒരു 80% പ്രശ്നങ്ങൾ അവിടെ തീരും. പിന്നെ ഈ പറയുന്ന നമുക്ക് വരുന്ന വരുമാനം, അവർക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് തരുന്നില്ലേ. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാന്നറിയോ, സർപ്രൈസ് ഒക്കെ കൊടുക്ക, ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്ക, ഒക്കെ ചെയ്തു കൊടുക്ക. കൂടെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള ഒരു റിസർവും, നമുക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടിയ എല്ലാ പൈസയും ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് പ്രാരാബ്ദം കാരണം വണ്ടി വാങ്ങിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ എമൗണ്ടിൽ നിന്നും ഒരു നിശ്ചിത തുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡെയിലി ഒരു 100 രൂപ മാറ്റി വെച്ച് നോക്ക്. 365 ദിവസം ഉണ്ട്, 36,500 രൂപ സേവിങ്സ് കിട്ടും. ഡെയിലി ഒരു 100 രൂപ മാറ്റിയ, ഡെയിലി ഒരു 50 രൂപ മാറ്റി വെച്ചാ അതിന്റെ താഴെ കിട്ടും. ഒരു ഡൗൺ പേയ്മെന്റ് നടത്തി ഒരു വണ്ടി വാങ്ങിക്കാൻ അത് മതി. ഒരു ഡൗൺ പേയ്മെന്റ് നടത്തി ഒരു വണ്ടി വാങ്ങിക്കാൻ നമുക്കത് ധാരാളമാണ് അല്ലെ. ഒരു കുഞ്ഞൊരു സ്വർണം വാങ്ങിക്കാൻ, നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ നമുക്കത് ധാരാളമാണ് അല്ലെ. നന്നായി പണിയെടുത്ത് ഡെയിലി 1000 രൂപ മാറ്റി വെക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ 3,65,000 രൂപ നിങ്ങൾക്ക് മാറ്റാം. ഇവിടെ ഒരാൾ പറയുന്നുണ്ട് തടസ്സങ്ങൾക്കുള്ള സൊല്യൂഷൻ. തടസ്സങ്ങൾക്കുള്ള സൊല്യൂഷൻ ഇവിടെ പറയുന്നില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊക്കെ ഇതൊക്കെ ഞാൻ അനുഭവിച്ചതാ, അതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്താണ്. എന്റെ തടസ്സങ്ങളൊക്കെ അല്ലേ എന്റെ മാത്രം തടസ്സങ്ങളായിരുന്നു. എന്റെ സ്വപ്നങ്ങളൊക്കെ എന്റെ മാത്രം സ്വപ്നങ്ങളായിരുന്നു. എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്റെ മാത്രം ആഗ്രഹങ്ങളായിരുന്നു. ഇതിലൊക്കെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എഴുന്നേറ്റ് നിൽക്കണം, ഞാൻ തന്നെ മുന്നോട്ട് പോണം. ജസീറയ്ക്ക് വണ്ടി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ആരും പൈസ തരൂല. ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ, കുട്ടിച്ചാക്കില് കൊണ്ടുവന്ന് പൈസ തന്നിട്ട് ജസീറ വാങ്ങിച്ചോ, രമ്യ വാങ്ങിച്ചോ, സുനീറ മാഡം വാങ്ങിച്ചോ, ശാന്തകുമാരി മാഡം വാങ്ങിച്ചോ എന്ന് പറഞ്ഞു കൊണ്ടേയില്ല. നമുക്ക് അവസരാ തന്നത് അല്ലെ. എന്റെ ഒരു ഇതില് പറയുകയാണെങ്കിൽ കോടീശ്വര ഭാഗ്യമുള്ള എല്ലാ വ്യക്തികളും ഇന്ന് ഈ 7am ഇരിക്കുന്നുണ്ട്. ഫിജിക്കാട്ടിൽ ഐഡി അടിച്ചിട്ടുണ്ട്. കോടീശ്വര യോഗമുള്ള എല്ലാ ആളുകളും ഫിജിക്കാട്ടിൽ ഐഡി അടിച്ചിട്ടുണ്ട്. കോടീശ്വരൻ ആവണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പ്രവൃത്തി പോലെ ഉണ്ടാവും. ആത്മാർത്ഥതയിൽ വെള്ളം ചേർത്താതെ കൃത്യമായ റിപ്പോർട്ട് അപ്ലൈന് കൊടുത്തോളൂ, കൃത്യമായ റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്തോളൂ, കൃത്യമായി എന്തൊക്കെയാണ് ഇഷ്യൂ എന്ന് ഡിസ്കസ് ചെയ്തോളൂ.
നിങ്ങളിൽ ചില സ്വഭാവങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റിക്കോളൂ, നല്ലതാ. എന്റെ കുറെ സ്വഭാവം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ചൂടാവുന്ന ക്യാരക്ടർ ആയിരുന്നു. ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു ഇതില് നല്ല ക്ഷമ വേണ്ടേ? വേണം. ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്റെ വീട്ടിലെ സാധനങ്ങൾ പറക്കുമായിരുന്നു. എന്റെ മോൻ പറയായിരുന്നു ഉമ്മ പൊട്ടിച്ചതിന് ഉമ്മ തന്നെ പൈസ മുടക്കി വാങ്ങിക്കണ്ടേ? സത്യം 150 രൂപയുടെ സാധനത്തിന് ഇന്ന് ഞാൻ 450 രൂപ കൊടുത്ത് വാങ്ങിച്ചു. അപ്പൊ ഞാൻ തീരുമാനിച്ച് ഇനി സാധനങ്ങൾ പറക്കൂല, കാരണം പൈസക്ക് ചെലവ് എനിക്കാണ്. എന്റെ സ്വഭാവം ഞാൻ മാറ്റി. എന്ത് തെറി വിളിച്ചാലും ഞാനിപ്പോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. കാരണം പാവം അവർക്കറിയില്ലല്ലോ അവരെന്താ പറയുന്നെന്ന്. അപ്പൊ ഇവിടെ നമ്മളൊക്കെ പറയാറില്ലേ, വിവരമില്ലാത്ത ആളുകളുടെ മുന്നിൽ കുറച്ചു കാലം ബുദ്ധിയില്ലാത്തവരായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നടക്കേണ്ടി വരും. കുഴപ്പമില്ല, നമുക്ക് പൈസ വരുന്ന സമയത്ത് അവർക്ക് വിവരം വെച്ചോളും. അവർക്ക് വിവരം വെച്ചോളൂ അല്ലെ? ഇനി അതേപോലെ ഫിസിക്കൽ വർക്കിന് ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ എവിടേക്കാ ഫിസിക്കൽ വർക്കിന് ഇറങ്ങുന്നേ? ഞാൻ ഫിസിക്കൽ വർക്കിന് എന്റെ കൂട്ടുകാരിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിസിക്കൽ വർക്കിന് എന്റെ അമ്മായിയുടെ മക്കളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. രമ്യ മാഡത്തിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് പ്ലാൻ കൊടുക്കാൻ. സുമയ മാഡത്തിന്റെ വീട്ടുകാരുടെ കുടുംബക്കാരന്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പരിചയമില്ലെങ്കിലും എന്റെ കൂടെ വന്ന ആൾക്ക് അവരെ പരിചയമുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അടുത്ത ബന്ധുക്കളോ ഒക്കെയുള്ള ആളുകൾക്കല്ലേ ഈ പ്ലാൻ കൊടുക്കാൻ പോകുന്നേ? അല്ലെ? എന്നെ പറ്റിക്കാൻ വന്നു എന്നായിരിക്കും മിക്കവാറും ആളുകളുടെ ധാരണ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ പറയാറുണ്ട്, നിങ്ങൾ എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്ലാൻ തന്നത്. എനിക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്ലാന് തരില്ല. കാരണം 5 കോടി രൂപയാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുക. എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ 5 കോടി രൂപ വാങ്ങി രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിക്കില്ല. നിങ്ങളിൽ എത്ര പേര് അങ്ങനെ പറയാറുണ്ട്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന് തന്നെന്നുള്ളത്? ഇല്ല. നമ്മളവിടെ ഇവരെങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് നമുക്കൊരു 2000 രൂപ ഉണ്ടാക്കാം എന്നായിരിക്കും അല്ലെ? ഇനി അതേപോലെ ക്യാഷ് കിട്ടുന്ന കാര്യം പറഞ്ഞു അല്ലെ? മെനക്കെടണം. നമ്മളിപ്പോ കല്ല് വെട്ടാൻ പോണ്ടല്ലോ. ഫിജിക്കാട്ടിലുള്ള മെനക്കെട് എനിക്ക് രാവിലെ എണീറ്റ് ഒരു കല്ല് വെട്ട് പണിക്കാരന്റെ മെനക്കെടില്ല, തെങ്ങ് കയറ്റക്കാരന്റെ മെനക്കെടില്ല, കെട്ടുപണിക്കാരന്റെ മെനക്കെടില്ല, ടൈല് പണിക്കാരന്റെ മെനക്കെടില്ല. നമുക്ക് റോട്ടിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് റോട്ടില് കാറ് വെക്കാം അല്ലെ? 10 ലക്ഷം രൂപയുടെ വണ്ടി റോട്ടിലിട്ട് വെക്കാം. ബോച്ചേട്ടി റോട്ടിലിട്ട് വെക്കാൻ പാടില്ല? എനിക്ക് അതിന്റെ കുട്ടൻസ് മനസ്സിലായില്ല. ഞാൻ നോക്കുമ്പോ ഇടയ്ക്ക്